Hello everyone, welcome to Brilliant EduTech, the best solution ever. അപ്പം നമ്മുടെ ലാബ് അസിസ്റ്റന്റ് കേരള വാട്ടർ അതോറിറ്റിയുടെ ഹാൾ ടിക്കറ്റ് വന്നിട്ടുണ്ട്. ഈ ഹാൾ ടിക്കറ്റ് പലർക്കും ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. സൈറ്റ് ജാം ആണ്. ഒരുപാടധികം ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു എക്സാം ആണ്. ഇപ്പൊ ഈ ഒരു എക്സാം ഹാൾ ടിക്കറ്റ് വന്ന് നിൽക്കുന്ന ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരുടെ മനസ്സിലൂടെ ഓടുന്ന ഒരൊറ്റ ചിന്തയാണ്, നമ്മൾ ഇനി എന്ത് ചെയ്യും അല്ലയ്യ അല്ലേ? അപ്പൊ ഈ ഒരു എക്സാം നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു റിവിഷൻ പ്ലാൻ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഒരു പ്രിപ്പറേഷൻ നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കാരണം ഒരുപാടധികം ടോപ്പിക്സ് ഉണ്ട്. ഒട്ടുമിക്ക ടോപ്പിക്സും ഒരു റൗണ്ടെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചു പോയവരെങ്കിലും കാണും. ചിലത് സ്കിപ്പ് ചെയ്തിട്ടുണ്ടാവും. എങ്കിലും നമുക്കൊന്ന് ലാസ്റ്റ് മിനിറ്റിൽ എങ്ങനെയാ പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇതിൽ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന ഒരുപാടധികം സ്റ്റുഡൻസ് ഉണ്ട്. എങ്ങനെ റിവൈസ് ചെയ്യണം, ഏത് ടോപ്പിക് എന്ന് പഠിക്കണം, കുറേ അങ്ങ് കിടക്കുമല്ലേ, എന്താ ചെയ്യുക, അപ്പൊ അറിയത്തില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു റിവിഷൻ പ്ലാൻ കൊണ്ടുവരുന്നത്. അപ്പൊ ഒരുപാടധികം സ്റ്റുഡൻസിന്റെ റിക്വസ്റ്റ് പേഴ്സണലിയും അതുപോലെ നമ്മുടെ കമന്റ് സെക്ഷനിലും ഉണ്ടായിരുന്നു റിവിഷൻ പ്ലാൻ വേണം എന്നുള്ളത്. അപ്പൊ ഫൈനലി നമ്മുടെ റിവിഷൻ പ്ലാൻ നമ്മൾ പോസ്റ്റ് ചെയ്യാണ്. അപ്പൊ റിവിഷൻ പ്ലാൻ അനുസരിച്ച് ഈ ഒരു 10 ദിവസം നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ തയ്യാറാണോ? അപ്പൊ എങ്കിലും നമുക്ക് റിവിഷൻ പ്ലാൻ ഒന്ന് നോക്കി അതനുസരിച്ച് ഫോളോ ചെയ്ത് നല്ല കൃത്യമായിട്ട് അത് ഫോളോ ചെയ്ത് നമുക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഈ ഒരു റിവിഷൻ പ്ലാനിൽ നമുക്കറിയാം വലിയൊരു സിലബസ് നമ്മുടെ കയ്യിൽ അങ്ങോട്ട് തന്നിട്ടുണ്ടല്ലേ. MLTയും ഫിസിക്സും കെമിസ്ട്രിയും ബോട്ടണി സുവോളജി പിന്നെ മാത്സ് എല്ലാം കൂടെ അടങ്ങിയ ഒരു സിലബസ് ആണ്. ഈ ഒരു സിലബസ് നമുക്ക് ഒരു ആവർത്തിയെങ്കിലും ഒന്ന് ഓടിച്ചെത്തണ്ടേ, അതിന് വേണ്ടിയിട്ടുള്ള റിവിഷൻ പ്ലാൻ ആണ്. ഇപ്പൊ പഠിക്കാൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ഓടിച്ചു നോക്കുക എന്നൊരു കൺസെപ്റ്റോട് നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ജസ്റ്റ് ഒരു ആവർത്തി ഒന്ന് നോക്കി പോവാനും ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനും ഈ ഒരു ഓർഡറിൽ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇവിടെ നമ്മൾ മിക്സ് ആൻഡ് മാച്ച് ചെയ്തിട്ടിരിക്കുകയാണ്. പല സബ്ജക്റ്റും മിക്സ് ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഒരു തരത്തിലും മടുപ്പില്ലാതെ ഈസി ആയിട്ട് പഠിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെ മൊഡ്യൂളിന്റെ ലെങ്ത് അനുസരിച്ച് ഒരു ദിവസം ആവുന്ന രീതിയിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളൂ, റിവിഷൻ പ്ലാൻ സെറ്റ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ഒരുപാട് സബ്ജക്റ്റ് കുത്തി നിറച്ച് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് ഒരു ആവർത്തി റിവൈസ് ചെയ്യാനുള്ള ടൈം നമുക്ക് കിട്ടും. പക്ഷെ കൃത്യമായിട്ട് പഠിച്ചു പോകണം. ലാസ്റ്റ് ഒരു ദിവസം മുന്നേ നിങ്ങൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് എഗെയിൻ ഒന്ന് റിവൈസ് ചെയ്ത് അത് മാത്രം ഒന്ന് നോക്കിയാൽ മതി, വേറെ ഒന്നും നമ്മൾ നോക്കാനായിട്ട് നിൽക്കണ്ട. അപ്പൊ നമുക്ക് റിവിഷൻ പ്ലാൻ നോക്കാം. 1-ാം തീയതി നമ്മൾ ജൂലൈ മാസം 1-ന് സ്റ്റാർട്ട് ചെയ്യുന്നു. MLT മൊഡ്യൂൾ 1ഉം ഫിസിക്സിലെ മൊഡ്യൂൾ 1ഉം വന്ന് പഠിക്കുന്നു. 2-ാം തീയതി കെമിസ്ട്രി മൊഡ്യൂൾ 1ഉം ബോട്ടണി മൊഡ്യൂൾ 1ഉം 2ഉം പഠിക്കുന്നു. 3-ാം തീയതി MLT മൊഡ്യൂൾ 2ഉം ഫിസിക്സ് മൊഡ്യൂൾ 2 ആണ് പഠിക്കുന്നത്. 4-ാം തീയതി കെമിസ്ട്രി മൊഡ്യൂൾ 2ഉം സുവോളജി മൊഡ്യൂൾ 1ഉം പഠിക്കുന്നു. 5-ാം തീയതി മൊഡ്യൂൾ 3 MLT ബോട്ടണിയിലെ 3ഉം 4ഉം ചെറിയ 2 മൊഡ്യൂളാണ്, അതുകൊണ്ടാണ് നമ്മൾ അതങ്ങനെ ഇട്ടിരിക്കുന്നത്. 6-ാം തീയതി കെമിസ്ട്രി മൊഡ്യൂൾ 3 ഫിസിക്സ് മൊഡ്യൂൾ 3. അപ്പൊ അത്യാവശ്യം അതും ഒന്ന് കഴിഞ്ഞു. പിന്നെ 7-ാം തീയതി MLT മൊഡ്യൂൾ 4 മാത്സിലെ 1, 2, 3. ഇതിൽ നമ്മൾ ഈസി ടോപ്പിക്സ് ഉണ്ട്. മാത്സിൽ തന്നെ നമുക്ക് സീക്വൻസ് അരിത്തമാറ്റിക് പ്രോഗ്രഷൻ ഇങ്ങനെ ഭയങ്കര ഈസി ആയിട്ടുള്ള ടോപ്പിക്സ് ഉണ്ട്. മാത്സ് ബുദ്ധിമുട്ടുള്ളവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സബ്ജക്റ്റിൽ ഒന്ന് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അവിടെ നിന്ന് മാർക്ക് മിസ്സാവാതെ നോക്കണം. 8-ാം തീയതി ഫിസിക്സ് മൊഡ്യൂൾ 4ഉം ബോട്ടണി മൊഡ്യൂൾ 5ഉം. അപ്പൊ അതോടുകൂടി നമ്മുടെ മെയിൻ ടോപ്പിക്സ്, നമ്മുടെ മേജർ ടോപ്പിക് എന്തുവാ, നമ്മുടെ MLT ആണ്. 50 മാർക്കിന് വരാൻ പോകുന്ന MLT. അത് അങ്ങനെ ആദ്യമേ തീർന്നല്ലോ, അത് തീർന്നു. പിന്നെ നമുക്ക് വെയിറ്റേജ് കൂടുതലുള്ളത് ഫിസിക്സിനും കെമിസ്ട്രിക്കാണ്, 14 മാർക്ക്. അപ്പൊ ഈ ഒരു ടോപ്പിക്സും നമ്മൾ ആദ്യമേ കംപ്ലീറ്റ് ചെയ്യണം. ഇടയിൽ നമ്മൾ കുറച്ച് ബോട്ടണിയും സുവോളജി ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും നമുക്കത് ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സബ്ജക്ട് മിക്സ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ തലവേദനകളൊക്കെ ഒഴിഞ്ഞു. നമ്മുടെ MLT കഴിഞ്ഞു, ഫിസിക്സ് കഴിഞ്ഞു, കെമിസ്ട്രി കഴിഞ്ഞു. ഇനി മാത്സ് 7 മാർക്കിനാണ്. അതുപോലെ നമ്മുടെ ബയോളജി പോർഷൻ ബോട്ടണി സുവോളജി അടങ്ങുന്ന ബയോളജി പോർഷനും 7 മാർക്കിനാണ്. ബാക്കി നമ്മൾ ഇനി അത് പഠിക്കാൻ പോവാണ്. സുവോളജി മൊഡ്യൂൾസ് ആണ്. സുവോളജി മൊഡ്യൂളും മാത്സിന്റെ കുറച്ച് മൊഡ്യൂളും ആയിട്ടാണ് മിക്സ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ലെങ്ത് അനുസരിച്ച് സുവോളജിയുടെ മൊഡ്യൂള് കൂടുതൽ ടോപ്പിക്സ് ഉള്ള ഇതിന്റെ കൂടെ നമ്മൾ മാത്സിലെ കുറച്ച് പോർഷൻസ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ ഒരു ടൈമും കാര്യങ്ങളൊക്കെ വേണമല്ലോ. ഇവിടെ നമ്മൾ പ്യൂർ ആയിട്ട് ഉദ്ദേശിക്കുന്നത് റിവിഷൻ ആണ്. ഒരു ആവർത്തി ഒന്ന് ഓടിച്ചു നോക്കുക എന്നുള്ളതാണ്. എക്സാം ഡേറ്റ് 13-നാണ്. ജൂലൈ മാസം 13-ാം തീയതി ഉച്ചയ്ക്കാണ് നമ്മുടെ എക്സാം വരുന്നത്. സെന്റർ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ സെന്റർ ആണ്. അത് നിങ്ങളുടെ ഹാൾ ടിക്കറ്റ് നോക്കി തന്നെ മനസ്സിലാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഹാൾ ടിക്കറ്റിനകത്ത് ഉള്ള സെന്റർ നോക്കി വെക്കുക. മുന്നേ കൂട്ടി പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക. 12-ാം തീയതി റിലാക്സ് ചെയ്തുകൊണ്ട് മാത്രം നമ്മുടെ എക്സാം ഹാളിലേക്ക് കടന്നു ചെല്ലാനായിട്ട് ശ്രദ്ധിക്കുക. ഈ റിവിഷൻ ഡേയ്സ് എങ്ങനെ കൊണ്ടുപോകണം എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് ഈ റിവിഷൻ ഡേയ്സിൽ ഉണ്ടായിരിക്കേണ്ട ആറ്റിറ്റ്യൂഡാണ്. അതായത് പലരും പാനിക് ആവുന്ന ഒരു ടൈമാണ്. നമ്മൾ ഇനി എന്ത് ചെയ്യും, 10 ദിവസമേ ഉള്ളൂ, ഇനി എന്ത് ചെയ്യും എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഉള്ളവരുണ്ട്. പഠിച്ചിട്ട് ചിലത് കിട്ടാതാവുമ്പോൾ അപ്പൊ തന്നെ അങ്ങ് ഡൗൺ ആയി പോകുന്നവരും ഉണ്ട്. ഞാൻ എത്രയൊക്കെ പഠിച്ചു, ഞാൻ അത്യാവശ്യം സ്റ്റഡി പ്ലാൻ കംപ്ലീറ്റ് ചെയ്തു, നല്ല രീതിയിൽ 2 മാസക്കാലം പഠിച്ചു, ഇനി നമ്മുടെ റിവിഷൻ നന്നായി ചെയ്യുന്നു, ഇനിയും എനിക്ക് ചില ടോപ്പിക്ക് കിട്ടുന്നില്ലല്ലോ, ഇനിയും ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഞാൻ കൺഫ്യൂസ്ഡ് ആണല്ലോ എന്ന് ആലോചിക്കാതെ ഓരോ ക്വസ്റ്റ്യൻസും കാണുമ്പോൾ നിങ്ങൾക്ക് കിട്ടാതിരിക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളത് ഈ റിവിഷൻ
റിവിഷൻ ഡേയ്സിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇപ്പോഴെങ്കിലും ഞാനത് തിരുത്താനും കാണാനും ഒക്കെ സാധിച്ചല്ലോ, ഇതൊന്ന് നോക്കാൻ ഈ ക്വസ്റ്റ്യൻ എൻ്റെ കൺമുമ്പിൽ എത്താനായിട്ടൊരു അവസരം ഉണ്ടായല്ലോ എന്ന് മാത്രം ആലോചിക്കുക. പുതിയ ചോദ്യങ്ങൾ കാണുമ്പോൾ അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ടഫായിട്ട് ഫീൽ ചെയ്യുമ്പോൾ അതെങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നുള്ളത് മാത്രം ആലോചിക്കുക. അല്ലാതെ പാനിക് ആവാതിരിക്കുക. ടെൻഷൻ നിങ്ങളുടെ ഉള്ള മാർക്കിന് കളയും. അത് മാത്രമല്ല, നിങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എക്സാമിന് പോയാൽ തന്നെ ആദ്യത്തെ ക്വസ്റ്റ്യൻ തെറ്റിച്ചു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്വസ്റ്റ്യനും അയ്യോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തെറ്റിച്ചല്ലോ എന്ന് വിചാരിച്ച് ബാക്കിയുള്ളതെല്ലാം തെറ്റിച്ചു പോകുന്നവരുമുണ്ട്. അപ്പൊ ഈ ഒരു ടെൻഷൻ നിങ്ങൾക്ക് നല്ലതല്ല. അപ്പൊ ആ ഒരു കാര്യം മനസ്സിലാക്കുക. നല്ല രീതിയിൽ പഠിക്കുക മാത്രമല്ല, ടെൻഷൻ ഫ്രീ ഒരു ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഓരോ ദിവസം നിങ്ങളുടെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾ ഹാപ്പി ആയിട്ട് പോയി കിടന്നുറങ്ങാനായിട്ട് ശ്രമിക്കുക. ഈ 10 ദിവസത്തെ റിവിഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പഠിച്ച് ഓരോ ദിവസം ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ച ടോപ്പിക്സ് ഒക്കെ ടിക്കിട്ട് പോയിട്ട് നിങ്ങൾ ഓരോ ടോപ്പിക്കും കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു അഭിമാനവും ഒക്കെ ഉണ്ടാവണം. അതായത് നിങ്ങൾക്കൊരു സന്തോഷമായിട്ട് നിങ്ങൾ ആ ഒരു ദിവസം വൈൻഡ് അപ്പ് ചെയ്ത് കിടന്നുറങ്ങുക. ഇനിയും പോർഷൻസ് ഉണ്ടല്ലോ എന്ന് വിചാരിക്കരുത്. ആദ്യത്തെ ദിവസം കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അയ്യോ അടുത്ത കെമിസ്ട്രി ടോപ്പിക് ഞാൻ പഠിച്ചില്ലല്ലോ, ഇങ്ങനെ വിചാരിക്കാതിരിക്കുക. നിങ്ങൾ നല്ല രീതിയിൽ ഓരോ ദിവസത്തെയും ടാസ്ക് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തതിൽ സന്തോഷിക്കുക. അപ്പൊ എല്ലാം നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓരോ ടോപ്പിക് കംപ്ലീറ്റ് ചെയ്യുമ്പോഴും നല്ല റിലാക്സ്ഡ് ആയിട്ട് പോയി കിടന്നുറങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ആ ദിവസം കംപ്ലീറ്റ് ചെയ്ത് അടുത്ത ദിവസം എന്നിങ്ങനെ പോകാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മളൊരു വീക്ക് ഏരിയാസ് അനലൈസ് ചെയ്യുക, നമ്മളത് കറക്റ്റ് ചെയ്യുക എന്നൊരു മാത്രം ഉള്ളൊരു മൈൻഡ് ആയിരിക്കണം നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടത്. അല്ലാതെ ടെൻഷൻ ആവാനോ പാനിക് ആവാനോ ഈ ഒരു ദിവസങ്ങൾ നിങ്ങൾ ശ്രമിക്കരുത്. എക്സാമിനും അത്രയും കൂളായിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് എക്സാം ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇനി എക്സാം അറ്റൻഡ് ചെയ്യുന്നതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടിപ്സും ട്രിക്സും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ എക്സാമിനോടനുബന്ധിച്ച് എക്സാമിന്റെ ഡേറ്റിനോടനുബന്ധിച്ച് നമ്മൾ അതിനൊരു വീഡിയോ പ്ലാൻ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ടെൻഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വേറെ എന്തെങ്കിലും അഡ്വൈസസോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അപ്പൊ കേരള വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കേരള PSC എക്സാമായി ലാബ് അസിസ്റ്റന്റിന് വേണ്ടി പല കോഴ്സിൽ ജോയിൻ ചെയ്തവരും സെൽഫ് സ്റ്റഡി ചെയ്തവരും അങ്ങനെ പലരും ഉണ്ട്. അപ്പൊ ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടത്? ഒന്നും പറ്റിയില്ലെങ്കിലും ഈ ഒരു ദിവസങ്ങളിൽ നമ്മുടെ റിവിഷൻ പ്ലാൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ക്വസ്റ്റ്യൻസ് എങ്കിലും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മളൊരു ബ്രോൺസ് പ്ലാൻ പണ്ട് മുതലേ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്നും കൂടെ ഒന്ന് റീഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. റിവിഷൻ ടെസ്റ്റ്, കൂടെ തന്നെ ആൻസേഴ്സ്, എക്സ്പ്ലനേഷൻസ്, സിലബസ് ബേസ്ഡ് ക്യൂസ്, ഓരോ ടോപ്പിക്കിനും ക്യൂസ് ഉണ്ടായിരിക്കും. സിലബസ് ബേസ്ഡ് MCQ PDF നമ്മുടെ എല്ലാ സബ്ജക്റ്റിനും ഫിസിക്സ്, കെമിസ്ട്രി, MLT, അതുപോലെ ബയോളജി ആൻഡ് മാത്സ് പോർഷൻസിന് എല്ലാം വേണ്ടിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് ആണ് നമ്മുടെ ഈ ഒരു ബ്രോൺസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പൊ ഇനിയും പഠിച്ചെത്താത്തവർക്ക് ക്വസ്റ്റ്യൻസ് എങ്കിലും പ്രാക്ടീസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറക്കാതെ വാട്സപ്പ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മുടെ ലാബ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് ലാസ്റ്റ് റൗണ്ട് പ്രിപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ 2 ഫുൾ ലെങ്ത് മോക്ക് ടെസ്റ്റ് അവൈലബിൾ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സിലബസ് എങ്ങനെയാണോ, നമ്മുടെ കേരള PSCയുടെ വെയിറ്റേജ് എങ്ങനെയാണോ, എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് എങ്ങനെയാണോ ആ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെയായിരിക്കും ഈ ഒരു മോക്ക് ടെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ്, വൺ വേർഡ് ക്വസ്റ്റ്യൻസ്, മാച്ച് ദ ഫോളോയിങ്സ്, ഇങ്ങനെ എല്ലാം തന്നെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള മോക്ക് ടെസ്റ്റുകളായിരിക്കും ഉണ്ടായിരിക്കുക. 2 മോക്ക് ടെസ്റ്റ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്. ആൻസേഴ്സും ഒപ്പം തന്നെ എക്സ്പ്ലനേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. വെയിറ്റേജ് നമ്മുടെ സിലബസിൽ എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതേ വെയിറ്റേജോടുകൂടി കണ്ടക്ട് ചെയ്യുന്ന മോക്ക് ടെസ്റ്റ് ആണ്. നിങ്ങൾ എക്സാമിന് മുന്നേ പ്രയോറായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2 മോക്ക് ടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നത്. ആദ്യത്തെ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾ അനലൈസ് ചെയ്യാനും രണ്ടാമത്തെ മോക്ക് ടെസ്റ്റ് ആകുമ്പോഴേക്കും അത് തിരുത്തി അടുത്തത് അറ്റൻഡ് ചെയ്യാനായിട്ടും ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് തന്നിരിക്കുന്ന നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യണേ. ഇനി നിങ്ങളുടെ റിവിഷൻ ഡേയ്സ് എഫക്റ്റീവ് ആക്കാൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. പറഞ്ഞതുപോലെ റിവിഷൻ പ്ലാൻ നമ്മൾ തന്നിട്ടുണ്ട്. പഠിച്ചു പോകണം, നല്ല വൃത്തിയായിട്ട് തന്നെ പഠിച്ചു പോകണം. നന്നായിട്ട് പഠിച്ചു പോയി കോൺഫിഡന്റ് ആയിട്ട് നമ്മുടെ എക്സാം നമുക്ക് ഫേസ് ചെയ്യാനായിട്ട് സാധിക്കണം. വേറെ എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ അല്ലെങ്കിൽ വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും നല്ലൊരു പ്രിപ്പറേഷൻ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.